പണ്ടൊക്കെ ഉപ്പുമാവ് എനിക്ക് അധികം ഇഷ്ടമൊന്നുമല്ലായിരുന്നു. എന്നാലിപ്പോൾ ഒരല്പം ഇഷ്ടക്കൂടുതലുണ്ട് ഉപ്പുമാവിനോട്. കാരണം വേറൊന്നുമല്ല, രാവിലെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റുകൾ ഒന്നാണ് ഉപ്പുമാവ്. തലേദിവസം അരി വെള്ളത്തിലിട്ട് അരയ്ക്കാൻ മറന്നുപോയാൽ പിറ്റേ ദിവസം ഞാൻ എളുപ്പത്തിലുണ്ടാക്കാറ് പുട്ടല്ലെങ്കിൽ ഉപ്പുമാവാണ്. ഇതിൻ്റെ കൂടെയുള്ള കറികൾ മാറി മാറി വരുമ്പോൾ ഇത് കഴിക്കാനും അടിപൊളിയാണ്. ഒന്നില്ലെങ്കിൽ ഗ്രീൻ പീസോ അല്ലെങ്കിൽ കടലക്കറി, ചിക്കൻ കറി, എഗ് റോസ്റ്റ്, ഇതൊക്കെ ഉപ്പുമാവിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടി അടിപൊളിയല്ലേ. അപ്പം നമുക്ക് ഒരു മടുപ്പും തോന്നൂല. എന്ന് വെച്ച് എന്നും ഉപ്പുമാവും പുട്ടും ആണെന്നല്ല കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം അതല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ എന്തായാലും ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്. ആദ്യം തന്നെ റവ നല്ല പോലെ ഒന്ന് വറുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതേ പാത്രത്തിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം, കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതും ഒരു സവാളയും അതുപോലെ ഞാൻ കുറച്ച് ക്യാരറ്റ് അധികം എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വലിയ ക്യാരറ്റ് അരിഞ്ഞതും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ. ഇനി ഇതിനകത്തേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 1 ഗ്ലാസ് റവയാണ് എടുത്തത്, അതുകൊണ്ട് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ല പോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന റവ ഇട്ട് കൊടുക്കുക. നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അത്യാവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലാക്കി നമുക്ക് വേവിക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉപ്പുമാവ് റെഡി ആയി കിട്ടും കേട്ടോ. ഇന്ന് ഞാൻ ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ.